ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ലക്നൌ സർവകലാശാലയുടെ ശതാബ്ദി ആഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ചടങ്ങിൽ അനുസ്മരണ നാണയം അദ്ദേഹം പുറത്തിറക്കും. നിവാർ ചുഴലിക്കാറ്റ് തമിഴ്നാട് പോണ്ടിച്ചേരി തീരങ്ങളിൽ ആഞ്ഞടിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് 94%. കേരളത്തിലും മരണനിരക്ക് കുറയുന്നു. കേരളത്തിൽ കോവിഡ് ബാധിച്ച് മരണമടയുന്നവരുടെ മൃതദേഹം കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച മാർഗ്ഗനിർദ്ദേശങ്ങൾ പുതുക്കിയതായി ആരോഗ്യമന്ത്രി കെ ശൈലജ. രാജ്യസഭാ അംഗമായിരുന്ന അഹമ്മദ് പട്ടേലിന്റെ നിര്യാണത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അനുശോചനം രേഖപ്പെടുത്തി. ISL ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി ഗോവയെ നേരിടും. വാർത്തകൾ വിശദമായി. ലക്നൌ സർവകലാശാലയുടെ ശതാബ്ദി ആഘോഷ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ചടങ്ങിൽ പ്രധാനമന്ത്രി സർവകലാശാലയുടെ ശതാബ്ദി അനുസ്മരണ നാണയം പുറത്തിറക്കും. പരിപാടിയിൽ ഇന്ത്യ പോസ്റ്റ് പുറത്തിറക്കിയ പ്രത്യേക സ്മാരക തപാൽ സ്റ്റാമ്പും പ്രത്യേക കവറും അദ്ദേഹം പ്രകാശനം ചെയ്യും. രാജ്യരക്ഷാമന്ത്രി, ഉത്തർപ്രദേശ് ഗവർണർ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും. ബംഗാൾ ഉൾക്കടലിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് കഴിഞ്ഞ രാത്രി രൂപം കൊണ്ട തീവ്ര ന്യൂനമർദ്ദം നിവർ ചുഴലിക്കാറ്റായി രൂപാന്തരം പ്രാപിച്ചു. അടുത്ത 12 മണിക്കൂറിൽ തമിഴ്നാട്, പോണ്ടിച്ചേരി തീരപ്രദേശങ്ങളിൽ അതിതീവ്ര ചുഴലിക്കാറ്റായി വീശിയടിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇന്ന് വൈകുന്നേരത്തോടെ നിവർ കാരക്കലിനും മാമല്ലപുരത്തിനും ഇടയിൽ തമിഴ്നാട്, പുതുച്ചേരി തീരങ്ങൾ കടക്കാനിടയുണ്ട്. അതിശക്തമായ ചുഴലിക്കാറ്റ് കൊടുങ്കാറ്റായി മാറി മണിക്കൂറിൽ 120 മുതൽ 130 കിലോമീറ്റർ വേഗത വരെ കൈവരിക്കുകയും തുടർന്ന് 145 കിലോമീറ്റർ വേഗതയിൽ വരെ ശക്തിയായി വീശാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 93.72%. 86,42,000 പേരാണ് ഇതുവരെ രോഗമുക്തരായത്. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 44,376 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. 481 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണം 1,34,000 പിന്നിട്ടു. 1.46% മരണനിരക്ക്. 4,44,000 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 11,60,000 കോവിഡ് പരിശോധനകൾ നടത്തിയതായി ICMR അറിയിച്ചു. ഇതോടെ ആകെ പരിശോധനകളുടെ എണ്ണം 13,49,00,000 പിന്നിട്ടു. രാജ്യത്തെ പരിശോധനാ നിരക്ക് 15 ലക്ഷം എത്തിയതായും എല്ലാവർക്കും കോവിഡ് പരിശോധന ലഭ്യമാകുന്ന തരത്തിൽ പരിശോധനാ സംവിധാനം മെച്ചപ്പെട്ടതായും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. വേഗത്തിലും നേരത്തെയുമുള്ള രോഗനിർണയം കോവിഡിനെതിരെയുള്ള ചികിത്സ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതായി മന്ത്രാലയം വ്യക്തമാക്കി. കേരളത്തിൽ കോവിഡ്-19 ബാധിച്ച് മരണമടയുന്നയാളുടെ മൃതദേഹം കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് മാർഗ്ഗനിർദ്ദേശങ്ങൾ പുതുക്കിയതായി ആരോഗ്യമന്ത്രി കെ ശൈലജ അറിയിച്ചു. പുതുക്കിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് അടുത്ത ബന്ധുക്കൾക്ക് ഐസൊലേഷൻ വാർഡിലും മോർച്ചറിയിലും സംസ്കാര സ്ഥലത്തുവച്ചും കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മൃതദേഹം കാണാവുന്നതാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് പ്രാദേശികവും മതാചാര പ്രകാരമുള്ളതുമായ അത്യാവശ്യ ചടങ്ങുകൾ നടത്താനുള്ള അനുമതി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ ഇന്നലെ 5,420 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5,149 പേർ രോഗമുക്തരായി. 64,412 പേരാണ് സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് നിലവിൽ ചികിത്സയിലുള്ളത്. കേരളത്തിന്റെ കോവിഡ് സ്ഥിരീകരണ നിരക്ക് 9.4% കുറഞ്ഞു. 24 പേരുടെ മരണം കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്തെ ആകെ മരണസംഖ്യ 2,095 ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 6 കോടി പിന്നിട്ടു. 14,14,868 പേർക്കാണ് ഇതുവരെ ജീവൻ നഷ്ടമായത്. 4,15,00,000-ലധികം പേർ രോഗമുക്തരായി. ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള അമേരിക്കയിൽ മരണസംഖ്യ 2,60,000 പിന്നിട്ടു. രോഗബാധിതരുടെ എണ്ണത്തിൽ ഇന്ത്യ 2ാം സ്ഥാനത്താണ്. ബ്രസീലിൽ മരണസംഖ്യ 1,70,000 കടന്നു. പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ അഖിലേന്ത്യാ സമ്മേളനത്തിന് ഗുജറാത്തിലെ ഏകതാ പ്രതിമയിൽ ഇന്ന് തുടക്കമാകും. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉദ്ഘാടനം ചെയ്യും. നിയമനിർമ്മാണ, കാര്യനിർവഹണ, നീതിന്യായ വ്യവസ്ഥകളുടെ സന്തുലിത സഹകരണം, ഊർജ്ജസ്വലമായ ജനാധിപത്യത്തിലേക്കുള്ള താക്കോൽ എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയാണ് ഈ വർഷത്തെ സമ്മേളനം. ഉപരാഷ്ട്രപതി വെങ്കയ്യനായിഡു ചടങ്ങിൽ പങ്കെടുക്കും. ഭരണഘടനാ ദിനമായ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മേളനത്തിന്റെ സമാപന ചടങ്ങിനെ അഭിസംബോധന ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ.
ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ലും ദിശയുടെ 1056 ലും ബന്ധപ്പെടാം. ബീഹാർ നിയമസഭാ സ്പീക്കർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. ബിജെപി നേതാവ് വിജയകുമാർ സിൻഹ ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. എൻഡിഎയ്ക്ക് വേണ്ടി സിൻഹയും മഹാസഖ്യത്തിന് വേണ്ടി ആർജെഡി നേതാവ് അവധ് ബിഹാരി ചൌധരിയുമാണ് സ്ഥാനാർത്ഥികൾ. ശ്രീ ചൌധരിക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് അപേക്ഷിച്ചു. 74 ബിജെപി അംഗങ്ങൾ ഉൾപ്പെടെ 125 പേരുടെ പിന്തുണയാണ് എൻഡിഎയ്ക്ക് ഉള്ളത്. ഒരു സ്വതന്ത്ര എംഎൽഎയും എൻഡിഎയെ പിന്തുണയ്ക്കുന്നു. മഹാസഖ്യത്തിന് 110ഉം ആർജെഡിക്ക് 75 സീറ്റുകൾ ഉണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവും രാജ്യസഭാ അംഗവുമായിരുന്ന അഹമ്മദ് പട്ടേലിന്റെ നിര്യാണത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി. വിവേകശാലിയും നയതന്ത്ര വിദഗ്ധനുമായിരുന്ന ഒരു ജനകീയനായ നേതാവായിരുന്നു അഹമ്മദ് പട്ടേലെന്ന് രാഷ്ട്രപതി ട്വിറ്ററിൽ കുറിച്ചു. രാഷ്ട്രീയ പാർട്ടി ഭേദമില്ലാതെ എല്ലാവരുമായും നല്ല ബന്ധം സൂക്ഷിച്ചിരുന്ന സമർത്ഥനായ പാർലമെന്റേറിയനായിരുന്നു അദ്ദേഹമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ അഹമ്മദ് പട്ടേൽ വഹിച്ച പങ്ക് എല്ലായ്പ്പോഴും ഓർമ്മിക്കപ്പെടുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 234 കോടിയിലധികം ചിലവ് വരുന്ന 7 ഭക്ഷ്യ സംസ്കരണ പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. മേഘാലയ, ഗുജറാത്ത്, മധ്യപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നൽകിയ 60.84 കോടി രൂപയുടെ ധനസഹായം ഉൾപ്പെടെയാണിത്. കൂടുതൽ വിവരങ്ങളുമായി കിരൺ ശങ്കർ. കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ വകുപ്പ് മന്ത്രി നരേന്ദ്രസിംഗ് തോമറിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന മന്ത്രിതല സമിതിയാണ് പദ്ധതികൾക്ക് അംഗീകാരം നൽകിയത്. കാർഷിക സംസ്കരണ കേന്ദ്രങ്ങൾക്കായി അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കാനുള്ള പദ്ധതികളാണ് സമിതി അംഗീകരിച്ചത്. പ്രധാനമന്ത്രി കിസാൻ സമ്പദ യോജനയ്ക്ക് കീഴിൽ സമർപ്പിക്കപ്പെട്ട അപേക്ഷകളാണ് സമിതി പരിശോധിച്ചത്. 7750 പേർക്ക് തൊഴിലവസരവും 173.81 കോടി രൂപയുടെ സ്വകാര്യ ധനസമാഹരണവും കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഈ പദ്ധതികളെന്ന് മന്ത്രാലയം പറഞ്ഞു. പ്രധാനമന്ത്രി കിസാൻ സമ്പദ യോജനയ്ക്ക് കീഴിൽ രാജ്യത്തുടനീളം കാർഷിക സംസ്കരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ 2017 സർക്കാർ തീരുമാനിച്ചത്. ആധുനിക സൌകര്യങ്ങൾ ഉൾപ്പെടുത്തി സംസ്കരണ കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ISL ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി ഗോവ FCയെ നേരിടും. രാത്രി 7:30 ഗോവയിൽ വെച്ചാണ് മത്സരം നടക്കുന്നത്. ഇന്നലെ നടന്ന മത്സരത്തിൽ ചെന്നൈയിൻ FC ജംഷഡ്പൂരിനെ തോൽപ്പിച്ചു. 1-നെതിരെ 2 ഗോളുകൾക്കാണ് ചെന്നൈയിൻ FC വിജയിച്ചത്. മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുന്നവർക്കെതിരെ പോലീസ് നടപടി കൈക്കൊള്ളാൻ അനുവദിക്കുന്ന ഓർഡിനൻസ് റദ്ദാക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചു. ഇതിനായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സർക്കാർ അപേക്ഷ നൽകി. കേരള പോലീസ് നിയമത്തിൽ കൂട്ടിച്ചേർത്ത 118A ഭേദഗതിയാണ് സർക്കാർ റദ്ദാക്കിയത്. വിവിധ കോണുകളിൽ നിന്ന് ആശങ്ക ഉയർന്നതിനെ തുടർന്നാണ് ഭേദഗതി പിൻവലിക്കാൻ തീരുമാനിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഓഹരി വിപണികളിൽ ഇന്ന് നേരിയ ഇടിവ്. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 281 പോയിന്റ് താഴ്ന്ന് 44,242-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 74 പോയിന്റ് താഴ്ന്ന് 12,982-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 480 രൂപ കുറഞ്ഞ് 36,480-ഉം ഗ്രാമിന് 60 രൂപ കുറഞ്ഞ് 4,560 രൂപയുമാണ് ഇന്നത്തെ വില. ബംഗ്ലാദേശ് രാഷ്ട്രപിതാവ് ബംഗബന്ധു ഷെയ്ഖ് മുജീബുർ റഹ്മാന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് കലാപ്രദർശനം സംഘടിപ്പിച്ചു. ബംഗ്ലാദേശ് ശില്പകലാ അക്കാദമിയുമായി ചേർന്ന് ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ഇന്ദിരാഗാന്ധി കൾച്ചറൽ സെന്ററാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലക്നൌ സർവകലാശാലയുടെ ശതാബ്ദി ആഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. നിവാർ ചുഴലിക്കാറ്റ് തമിഴ്നാട് പോണ്ടിച്ചേരി തീരങ്ങളിൽ ആഞ്ഞടിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് 94%-ലേക്ക്. കേരളത്തിലും മരണനിരക്ക് കുറയുന്നു. കേരളത്തിൽ കോവിഡ് ബാധിച്ച് മരണമടയുന്നവരുടെ മൃതദേഹം കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ പുതുക്കി. രാജ്യസഭാ അംഗമായ അഹമ്മദ് പട്ടേലിന്റെ നിര്യാണത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അനുശോചനം രേഖപ്പെടുത്തി. ISL ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി ഗോവയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.